ബിഗ് ബോസ് മലയാളം സീസൺ 6 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. ഇപ്പോഴൊരു നോമിനേഷൻ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിൽ ചായം തേക്കാൻ ബിഗ് ബോസ് പറയുന്നുണ്ട്. നോമിനേറ്റ് ചെയ്യുന്ന ആളുടെ മുഖത്തോ കയ്യിലോ എവിടെയെങ്കിലും ചായം തേക്കാൻ ബിഗ് ബോസ് പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരുടെയും മുഖത്തും കയ്യിലുമൊക്കെ ചായം തേക്കുന്നുമുണ്ട്. സായി വന്നു നമ്മുടെ ജാൻമണിയെ വിളിക്കുന്നു. ജാൻമണിയുടെ മുഖത്ത് ചായം തേക്കണമെന്ന് പറയുന്നു. പക്ഷേ ജാൻമണി സമ്മതിക്കുന്നില്ല. സായി പറഞ്ഞു എനിക്ക് മുഖത്ത് തന്നെ തേക്കണമെന്ന് പറഞ്ഞു. ജാൻമണി അനുവദിക്കുന്നില്ല. ഒടുവിൽ ബിഗ് ബോസ് പറയട്ടെ എന്ന് സായി പറയുന്നു. മുഖത്ത് തേക്കുകയാണെങ്കിൽ ഞാൻ ക്വിറ്റ് ചെയ്തു പോകുമെന്ന് നമ്മുടെ ജാൻമണിയും പറയുന്നു. അവിടെ ബിഗ് ബോസ് ജാൻമണിയെ പേടിച്ചു എന്ന് തന്നെ പറയാം. ബിഗ് ബോസ് അവരുടെ പവർ എടുത്തില്ല. ബിഗ് ബോസ് പറഞ്ഞു ഒരാളുടെ അനുവാദമില്ലാതെ മുഖത്ത് തേക്കാൻ പറ്റില്ല എന്നും. ശരിക്കും ബിഗ് ബോസ് അവിടുത്തെ പവർ എടുത്തില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ബിഗ് ബോസിനും ജാൻമണിയെ പേടിയാണോ എന്ന് ഒരു നിമിഷം പ്രേക്ഷകർ തെറ്റിദ്ധരിച്ചെങ്കിൽ അതിൽ സംശയിക്കാനൊന്നുമില്ല. കാരണം ആദ്യം ജിൻഡയെ വിളിച്ചപ്പോൾ ജിൻഡയുടെ മുഖത്ത് 2-3 പ്രാവശ്യം തേച്ചു. അതിനും ബിഗ് ബോസ് ഒന്നും പറഞ്ഞില്ല. കയ്യിൽ 2 പ്രാവശ്യം തേച്ചു. അതിനും ബിഗ് ബോസിനൊന്നും പറയാനില്ലായിരുന്നു. അപ്പോഴൊന്നും പറയാനില്ലാത്ത ബിഗ് ബോസിന് ജാൻമണി ഞാൻ ക്വിറ്റ് ചെയ്ത് പോകുമെന്ന് പറഞ്ഞപ്പോൾ പേടിച്ചു വിറച്ചു എന്ന് തന്നെ പറയാം. അല്ലെങ്കിൽ എന്തുകൊണ്ട് ബിഗ് ബോസ് പവർ പുറത്തെടുത്തില്ല? എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞില്ല? നിങ്ങൾക്ക് ക്വിറ്റ് ചെയ്ത് പോകണമെങ്കിൽ 50 ലക്ഷം ഇവിടെ വെച്ചിട്ട് നിങ്ങൾ ക്വിറ്റ് ചെയ്ത് പോകും. എഗ്രിമെൻ്റൊക്കെ എഴുതിയതല്ലേ. പക്ഷേ അത് ബിഗ് ബോസ് ചെയ്തില്ല. ജനങ്ങളുടെ പ്രേക്ഷകരുടെ വിശ്വാസ്യത നഷ്ടപ്പെടുത്തിയെന്നത് വളരെ മോശപ്പെട്ട കാര്യമാണ്. അതാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ജാൻമണിയോട് പറയേണ്ട പവർ ഉപയോഗിച്ച് പറഞ്ഞില്ല എന്ന് തന്നെയാണ് ഇവിടെ പ്രേക്ഷകരും എന്ന നിലയിൽ എനിക്കും തോന്നിയത്.